ജോണാ, കേരളത്തിലെ മുഖ്യമന്ത്രി ആരെണ്ണ? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സംശയം വേണ്ട, വി.ഡി. സതീശനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ആഭ്യന്തരൻ രമേശ് ചെന്നിത്തല. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിന് അടിയറവ് വെച്ചു. അതായത് മുസ്ലിം ലീഗിനെ പരിഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് ഇപ്പോൾ ഒരു 5 മന്ത്രിസ്ഥാനം കിട്ടും. UDF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. എന്ത് മതേതരത്വം പറഞ്ഞാലും UDF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്. UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന അവിടെ പാണക്കാട് ശിഹാബ് തങ്ങൾ പറയുന്ന കാര്യം മാത്രം ഉൾക്കൊണ്ട് പോകാൻ പറ്റും. അതായത് സതീശൻ ഈ മുസ്ലിം ലീഗിന്റെ കാല് പിടിച്ച് മുഖ്യമന്ത്രിയായി. അല്ല ബിജു അണ്ണ, ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്നത് പോലെ ഇന്നും അരിച്ചു തിരഞ്ഞു കിട്ടിയില്ല, നാളെ എന്നൊക്കെ ഫേസ്ബുക്കിൽ വന്നു, അതുപോലെ ഇന്നും ആവുമോ? ഇല്ല, അത് അങ്ങനെയല്ല. എന്തെന്നറിയോ, ഇതെല്ലാ ജനങ്ങൾക്കും അറിയാം. അതായത് ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയായിരുന്നു. അതായത് ഇപ്പോ ഈ കോൺഗ്രസിന്റെ അതായത് അണികളെന്ന് പറഞ്ഞ് പ്രവർത്തകര് തെരുവിലിറങ്ങുന്ന പ്രവർത്തകര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചത്. അത് ഒരു കാരണവശാൽ, അതായത് UDFന്റെ, ഞാൻ കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായാലും ഇപ്പൊ ഈ 3 പേർക്ക് സാധ്യതയുണ്ട്. ഏത് കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് MLA-മാരുടെ പിന്തുണ ആർക്കാണ് ഉള്ളത്, അവരാണ് മുഖ്യമന്ത്രിയാവേണ്ടത്. പക്ഷെ ഇപ്പൊ മുസ്ലിം ലീഗിന് അടിയറ വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തു, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക. ഇത് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള ഒരു, ശരിക്കും പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി തീരുമാനത്തിന് അംഗീകരിച്ചു പോവുക. പിന്നെ ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞാൽ പറ്റിക്കും പോലത്തെ ഒരു പറ്റിക്കുക. അതായത് പാർട്ടി തീരുമാനത്തിനെ മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ അടക്കം മുസ്ലിം ലീഗിനെ അടിയറവ് വെച്ചു. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ, അതായത് എന്റെ ചിലപ്പോ KC ആയിരിക്കാം, ചിലപ്പോ RC ആയിരിക്കാം, ഇതൊന്നും പറഞ്ഞ. പക്ഷെ ആഭ്യന്തരൻ RC-യുടെയും അതുപോലെ തന്നെ പിന്നെ VD-യുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുണ്ട്. അപ്പൊ ആരായിരിക്കും ഫൈനൽ തീരുമാനം? ഫൈനൽ തീരുമാനം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്നത്തോട് തെരച്ചിൽ നിർത്തും കോൺഗ്രസ്. തെരച്ചിൽ നിർത്തുമെന്നാണ് നമ്മുടെ, അതായത് ഞാന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും എനിക്കൊരു നാണക്കേട് പോലെ തോന്നുന്നു. കേരളത്തിൽ ജീവിക്കുന്നതോട് 102 സീറ്റ് പിടിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഇത്രയും നാണം കെട്ടൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ 5 വർഷം 2031 ആവുമ്പോൾ ഈ തിരിച്ച് 102 സീറ്റ് പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും. അപ്പൊ എന്തായാലും ഇന്ന് തീരുമാനം ഉണ്ടാവും. തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മരിച്ചു എന്ന് കണക്കാക്കിയാൽ മതി. കോൺഗ്രസ് പാർട്ടി ഇല്ല. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രി വേണ്ടേ? കേരളത്തിന് മുഖ്യമന്ത്രി വേണ്ടേ? KC വേണുഗോപാലിനെ വിളിച്ചിരിക്കുകയാണ്. കേരളത്തിന് മുഖ്യമന്ത്രി വേണ്ടേ? മുഖ്യമന്ത്രി എന്റെയും മുഖ്യമന്ത്രിയാണ്. വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും എന്റെ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ കേരളത്തില് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന്. അപ്പൊ കോൺഗ്രസിന് നിങ്ങൾ പറഞ്ഞു വരുന്നത് കണക്കാക്കിയാൽ കോൺഗ്രസിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇനി വരുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ അംഗീകരിക്കില്ല. ഏതായാലും ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇന്ന് തീരുമാനിച്ചില്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ തെരച്ചിൽ നിർത്തി ഇന്നെങ്കിലും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കും എന്ന വിശ്വാസമാണ് ജനസമൂഹത്തിനുള്ളത്. അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ മടങ്ങാം.